വിശ്വാസിയുടെ സുകൃതങ്ങളിൽ പ്രധാനമാണ് എല്ലാവരെയും സ്നേഹിക്കുകയും പരിഗണിക്കുകയും കാരുണ്യത്തോടെ ഇടപെടുകയും ചെയ്യുക എന്നത്. അർറാഹിമുൻ യർഹമുഹുമുർ റഹ്മാൻ യർഹമു മൻ ഫിൽ അർള് യർഹമുക്കും മൻ ഫിസ് സമാ. ഏറ്റവും കാരുണ്യത്തോടെ ഇടപെടണമെന്നും ഭൂമിയിലുള്ള സഹജീവികളോട്, അല്ലാത്തവരോട്, എല്ലാത്തരം ജീവികളോട് ഏറ്റവും കരുണാപൂർവ്വം ഇടപെട്ടാൽ ലോകത്തിൻ്റെ അധിപനായ അള്ളാഹു കാരുണ്യത്തോടെ നിങ്ങളോട് പെരുമാറുമെന്ന് ഹദീസിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നുണ്ട്. ജാതിയോ മതമോ വിശ്വാസമോ ഒന്നും പരിഗണിച്ചല്ല കരുണയുടെ, സ്നേഹത്തിൻ്റെ, നന്മയുടെ പ്രകാശനങ്ങളെ മതം കാണുന്നത്. അത് ജീവനുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും എല്ലാത്തിനോടും കരുണയോടെ വർത്തിക്കണമെന്നാണ് മതത്തിൻ്റെ പാഠം. ഫീ കുല്ലി കബിദിൻ റത്ബത്തുൻ അജ്റുൻ. പച്ചക്കരളുള്ള എല്ലാ വസ്തുക്കളുടെയും വിഷയത്തിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് ഉപദേശിക്കുന്നുണ്ട്. വഴിയിൽ നിന്ന് നടന്നു പോകുന്ന ഒരു നായയെ കാണുകയും ആ ദാഹിച്ചു വലഞ്ഞ നായക്ക് കിണറ്റിലിറങ്ങി സ്വന്തം തോൽ കൊണ്ടുണ്ടാക്കിയ ഷൂ ഉപയോഗപ്പെടുത്തി വെള്ളം കോരി ആ നായക്ക് നൽകിയതിൻ്റെ വിഷയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് സ്വഹാബി പറഞ്ഞപ്പോഴാണ് തിരുനബി ഇങ്ങനെ പറഞ്ഞത്: പച്ചക്കരളുള്ള എല്ലാ ജീവികളുടെ വിഷയത്തിലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്ന്. ഒരുപക്ഷെ മതവിശ്വാസം അനുസരിച്ച് തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ട ജീവിയായ നായക്ക് വെള്ളം കൊടുത്തത് പോലും അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യമായ പ്രതിഫലമാണെന്നാണ് മുത്തുനബി നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാ മനുഷ്യരോടും ജീവികളോടും ഏറ്റവും നല്ല സഹവർത്തിത്വത്തോടുകൂടെ ഇടപെടണമെന്നാണ് മതത്തിൻ്റെ പാഠം. വല്ലാഹു ഫി ഔനിൽ അബ്ദ് മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി. എന്താണ് നിങ്ങളുടെ മറ്റുള്ളവരോടുള്ള ഇടപഴക്കത്തിൻ്റെ താല്പര്യം? അത് നമ്മൾ മറ്റൊരാളുടെ, അപരനായ ഒരാളുടെ സഹായത്തിൽ ഉണ്ടായിരിക്കുന്ന സമയമത്രയും അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മുടെ മേൽ വർഷിച്ചുകൊണ്ടേയിരിക്കുമെന്നതാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകുന്ന ഉപദേശം. നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മനുഷ്യ സമൂഹത്തെ ആകമാനം വിളിച്ചുകൊണ്ട്. ഇന്നല്ലാഹു അസ്സ വജല്ല യഖൂൽ. ഒരു ഖുദ്സിയായ ഹദീസിലൂടെ റസൂലുള്ളാഹി നമുക്കത് വിശദീകരിച്ചു തരുന്നു. ഖിയാമത്ത് നാളിൽ അള്ളാഹു ചോദിക്കുകയാണ്: യബ്ന ആദം മരിൽതു ഫലം തഅദ്നി. ഞാൻ രോഗിയായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് നീ എന്നെ സന്ദർശിക്കാതിരുന്നത്? അപ്പോൾ അടിമകൾ തിരിച്ചു ചോദിക്കും: ഖാല യാ റബ്ബി കൈഫ അഊദുക വ അന്ത റബ്ബുൽ ആലമീൻ. എങ്ങനെയാണ് ഞങ്ങൾ നിന്നെ രോഗസന്ദർശനം നടത്തേണ്ടിയിരുന്നത്? ഞങ്ങൾക്കത് അസാധ്യമാണല്ലോ, നീ ഈ ലോകത്തിൻ്റെ മുഴുവനും രക്ഷിതാവായ അള്ളാഹുവാണല്ലോ എന്ന്. അപ്പോൾ അള്ളാഹു തിരിച്ചു പറയുന്നുണ്ട്: നിങ്ങൾ അറിഞ്ഞിരുന്നില്ലേ എൻ്റെ അടിമയായ ഇന്നയാൾ? അങ്ങനെ കുറേ മനുഷ്യർ നിങ്ങളുടെ ചുറ്റുഭാഗത്ത് രോഗികളായി കിടന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നല്ലോ. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ രോഗസന്ദർശനം നടത്താതിരുന്നത്? നിങ്ങൾ അയാളെ രോഗസന്ദർശനം നടത്തിയിരുന്നുവെങ്കിൽ അവിടെ എന്നെ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയുമായിരുന്നുവെന്ന് അള്ളാഹു ജനങ്ങളെ വിളിച്ച് പറയുമെന്നാണ്. അൽ മുസ്ലിമു മൻസലി മന്നാസു മിൻ ലിസാനിഹി വയദിഹി. എല്ലാത്തരം മനുഷ്യരുടെയും അവരുടെ ജീവിതം മുഴുവനും, അവരുടെ സമ്പാദ്യങ്ങൾ, അവരുടെ ആരോഗ്യം, അവരുടെ കച്ചവടം, അവരുടെ ജീവിതവൃത്തി, അവരുടെ കൃഷി, അങ്ങനെ തുടങ്ങി മുഴുവൻ കാര്യങ്ങളും വിശ്വാസിയായ ഒരാളുടെ കൈകളിൽ നിന്ന്, നാവിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് സമ്പൂർണമായും മുക്തമായി അവർ വിമോചിതരായി അവർക്ക് ഏറ്റവും നല്ല നിർഭയത്വത്തോടുകൂടെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത് വരെ നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാകുന്നില്ല എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. മനുഷ്യേതര ജീവികളോട് പോലും കാണിക്കേണ്ട വലിയ ഉത്തരവാദിത്വത്തെ ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹു തൻ്റെ അവസാന കാലത്ത് ഒട്ടകത്തിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട്: ഒട്ടകമേ, നീ എനിക്ക് പ്രതികൂലമായി ആഖിറത്തിൽ സാക്ഷി നിൽക്കരുത്. നിന്നെക്കൊണ്ടാകാത്ത ഭാരമൊന്നും നിനക്ക് ചുമക്കാൻ വേണ്ടി നൽകിയിട്ടില്ല. പക്ഷെ എന്നാലും നീ എനിക്ക് പ്രതികൂലമായി സാക്ഷി നിൽക്കരുതേ എന്ന് സ്വന്തം ഒട്ടകത്തോട് പോയി അപേക്ഷിക്കുന്നുണ്ട് ചരിത്രത്തിൽ അബൂദർദാ റളിയല്ലാഹു അൻഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക വിശ്വാസത്തിൽ ചേരാത്ത ജൂതനായ, മുത്തുനബിക്ക് ചിലപ്പോഴൊക്കെ വന്ന് സേവനങ്ങൾ ചെയ്യാറുള്ള ജൂതവിശ്വാസിയായ കുട്ടിയെ രോഗം വന്നപ്പോൾ സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത്, പിന്നീട് ആ കുട്ടി ഇസ്ലാമിലേക്ക് വരുന്നത് എത്ര മനോഹരമായ ചരിത്രമായാണ് നമ്മൾ കേൾക്കുന്നത്. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഇമ, നിങ്ങളിൽ ആരാണിന്ന് നോമ്പുകാരനായി പ്രഭാതമായത് എന്ന്. സുദീഖ് റളിയല്ലാഹു അൻഹു അവിടെ പറയുന്നുണ്ട്, അനയാ റസൂലുള്ളാഹ്, നബിയെ ഞാനുണ്ട്, എനിക്കിന്ന് നോമ്പാണ്. റസൂലുള്ള ചോദ്യം ആവർത്തിക്കുന്നു, മൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, ഇന്ന് ആരാണ് നിങ്ങളിൽ ജനാസയെ പിന്തുടർന്നത്? ജനാസ സംസ്കരണത്തിൽ പങ്കെടുത്ത ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? അപ്പോഴും ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയായ സുദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട്, അനയാ റസൂലുള്ളാഹ്, നബിയെ ഞാനുണ്ട് എന്ന്. മൂന്നാമതായി മുത്തുനബി ചോദിക്കുന്നു, ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, നിങ്ങളിൽ ആരാണിന്ന് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകി, ഈ സമയമാകുന്നതിനിടയിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകി ആരാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന്. അപ്പോഴും സദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് ഞാനുണ്ട് നബിയെ എന്ന് പറയുന്നുണ്ട്. ഫമൻ ആദ മിൻകുമുൽ യൗമ മരീള, നിങ്ങളിൽ ആരാണിന്ന് രോഗിയെ സന്ദർശിച്ചത്? നേരം വെളുത്ത് ഈ നേരമാകുന്നതിനിടയിൽ രോഗിയെ സന്ദർശിച്ച് പള്ളിയിലേക്ക് വന്നവർ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴും സുദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് ഞാനുണ്ട് നബിയെ എന്ന് മറുപടി പറയുന്നുണ്ട്. ഈ 4 ചോദ്യങ്ങളിൽ ഒന്നാമത്തേത് മാത്രമാണ് സ്വന്തമായി നമ്മൾ സാധാരണ അർത്ഥത്തിൽ വൈയക്തികമായ ഇബാദത്തായി പരിഗണിക്കുന്നത്, നോമ്പെടുക്കുക എന്നത് മാത്രമാണ്. അതേസമയത്ത് അതിനുശേഷം ചോദിച്ച എല്ലാ ചോദ്യങ്ങളും, അത് ജനാസ സംസ്കരണം, അതേപോലെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകൽ, രോഗിയെ സന്ദർശിക്കൽ, ഈ 3 കാര്യങ്ങളാണ് മുത്തുനബി തുടർച്ചയായി ചോദിക്കുന്നത്. ഇതിനുശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നോക്കിയിട്ട് റസൂലുള്ള പറയുന്നുണ്ട്, മജ്തമഅന ഫിംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന, ഈ 4 കാര്യങ്ങളും ഒരാളിൽ ഉണ്ടായാൽ അവർ സ്വർഗപ്രവേശനം അവർക്ക് സാധ്യമാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബത്തിനെ ഉപദേശിക്കുന്നുണ്ട്. നോക്കുക, നമ്മൾ സ്വന്തം ജീവിതത്തോടൊപ്പം തന്നെ അവരവരുടെ ജീവിതത്തെ പരിഗണിക്കുകയും അവരുടെ വേദനകളിൽ കൂടെ നിൽക്കുകയും സന്തോഷങ്ങളിൽ പങ്കുചേരുകയും സമൂഹത്തിന് വേണ്ടി ഇടപെടുകയും ചെയ്യുന്നവർക്ക് സ്വർഗമാണ് പ്രതിഫലമെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. സാന്ത്വന പ്രവർത്തനങ്ങൾ, സേവന പ്രവർത്തനങ്ങൾ, അത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. ഈ സാന്ത്വനവും സേവനവും ആരുടെയും അവകാശമോ അല്ലെങ്കിൽ അർഹതക്കനുസരിച്ച് നൽകലോ അല്ല. അത് സമൂഹത്തിന്റെ ശ്രേണീകരണത്തിൽ അള്ളാഹുവിന്റെ നിശ്ചയമനുസരിച്ച് സംഭവിച്ചു പോയ പ്രതിസന്ധികളിൽ നിന്നാണ് അവർക്ക് സാന്ത്വനം ആവശ്യമായത്. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഓരോരുത്തർക്കും സാന്ത്വനം ആവശ്യമുള്ള, സേവന ആവശ്യമുള്ള, സ്നേഹ ആവശ്യമുള്ള, പരിഗണന ആവശ്യമുള്ള, കരുണ ആവശ്യമുള്ള, സാമ്പത്തികമായ സഹായങ്ങൾ ആവശ്യമുള്ള എല്ലാവരെയും ചേർത്ത് പിടിക്കാനും അവരുടെ കൂടെയൊക്കെ ജീവിക്കാനും കഴിയുന്നിടത്താണ് ഒരു മുസ്ലിമായ വിശ്വാസിയുടെ പൂർണ്ണത എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. നമ്മെ സ്വന്തമായി തന്നെ അന്വേഷിക്കുകയും കണ്ടെത്തുകയുമാണ് സാന്ത്വന പ്രവർത്തനങ്ങളുടെ താല്പര്യം. വേദന അനുഭവിക്കുന്ന അനേകം മനുഷ്യർ ചുറ്റുഭാഗങ്ങളിലുണ്ട്. അവരുടെ ഒരു നേരത്തെ കൂട്ടിരിപ്പ് ഹോസ്പിറ്റലുകളിൽ, അവരുടെ രോഗി പരിചരണ വിഷയങ്ങളിലൊക്കെ ഒരു നേരത്തെ കൂട്ടിരിപ്പ്, ഒരു നേരത്തെ ഭക്ഷണം, ഒരു ദിവസത്തെ ഇഫ്താർ നൽകൽ, ഒരു നേരത്തെ മരുന്ന് വാങ്ങി നൽകൽ, അങ്ങനെ തുടങ്ങി നമ്മെക്കൊണ്ടാകുന്ന സാന്ത്വനത്തിന്റെയും സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ അതിരുകളില്ലാതെ എല്ലാ മനുഷ്യരിലേക്കും എല്ലാ ജീവികളിലേക്കും വ്യാപിപ്പിക്കേണ്ട കാലം കൂടെയാണ് ഇത്. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുടെ കൂടെ നിൽക്കുക എന്നത് മതത്തിന്റെ ആത്യന്തികമായ താല്പര്യമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഖലീഫയായി, അറേബ്യ അടക്കി ഭരിക്കുന്ന ഖലീഫയായിരിക്കെ തന്നെ സംഘടനാ സിസ്റ്റവും ഔദ്യോഗിക സംവിധാനങ്ങളും ഗവൺമെന്റ് സിസ്റ്റവും എല്ലാം ഒരു ഭാഗത്തു നിന്ന് പ്രവർത്തിക്കുന്ന അതേ കാലത്തു തന്നെ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇത്തരം തങ്ങളുടെ ഭരണ പ്രവർത്തനങ്ങൾക്കൊന്നും ഒരു പ്രയാസവുമില്ലാത്ത വിധത്തിൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ സ്വന്തമായി എഴുന്നേറ്റ് തൻ്റെ ഭരണീയരിൽപ്പെട്ട പാവപ്പെട്ട ഒരു പ്രയാസം അനുഭവിക്കുന്ന വൃദ്ധയായ സഹോദരിയുടെ വീട്ടിൽ പോയി അവർക്ക് വേണ്ട എല്ലാ പരിചരണങ്ങളും നൽകി, അവർക്ക് ഭക്ഷണം വായിൽ വെച്ചു കൊടുത്ത് അവരുടെ അശുദ്ധികളെല്ലാം വൃത്തിയാക്കി ശുചിയാക്കി വേണ്ട സംവിധാനങ്ങളും സൗകര്യങ്ങളും മുഴുവൻ ചെയ്തു കൊടുത്ത് രാവിലെ പ്രഭാതമാകുമ്പോൾ തൻ്റെ ഭരണകാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ മനോഹരമായ ഒരു ജീവിതത്തിന്റെ ആവിഷ്കാരമാണ് ഓരോ വിശ്വാസിയുടെയും ഹൃദയങ്ങളിൽ മാതൃകയായി ഉണ്ടായിരിക്കേണ്ടത്. പ്രയാസം അനുഭവിച്ച ഒരു നായയെ അതിനെ വേണമെങ്കിൽ അവഗണിക്കാമായിരുന്നു, അല്ലെങ്കിൽ എറിഞ്ഞോടിക്കാമായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ആ നായയെയും കൂട്ടി ജനവാസമില്ലാത്ത ഒരു പ്രദേശത്തേക്ക്, വിജനമായ പ്രദേശത്തേക്ക് പോയി അവിടെ ഒരു ടെന്റ് ഉണ്ടാക്കി അവിടെ 40 ദിവസം താമസിപ്പിച്ച് അതിന് പരിചരണം നൽകി, അതിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നത് വരെ അതിന് ഭക്ഷണവും വേണ്ട സഹായങ്ങളും നൽകി അതിനെ പരിചരിച്ച് ആരോഗ്യം വീണ്ടെടുത്ത് കെട്ടഴിച്ചു വിടുന്ന ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ കാണുന്നുണ്ട്. സുൽത്താനുൽ ആരിഫീൻ എന്ന വിശുദ്ധമായ ഒരു വിധാനത്തിലേക്ക് മഹാനവറുകൾ ഉയർന്നു പോയതിന്റെ പിന്നിൽ അവിടുത്തെ കരുണാപരമായ ഇടപെടൽ കൂടെ ഉണ്ടായിരുന്നുവെന്നതാണല്ലോ
ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇങ്ങനെ ഇസ്ലാമിക സമൂഹത്തിന്റെ എക്കാലത്തെയും പ്രവർത്തനങ്ങൾ ജാതിയും മതവും വർഗവും വംശവും ഒന്നും നോക്കാതെ എല്ലാ ജനങ്ങളിലേക്കും നീളുന്ന സാന്ത്വനത്തിന്റെയും സേവനത്തിന്റെയും കാരുണ്യത്തിന്റെയും കൈകൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ ജീവിതത്തിന്റെ മനോഹാരിത അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം കാണുമ്പോഴാണ് എന്ന തിരിച്ചറിവിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. അള്ളാഹുവിന്റെ ആത്മീയമായ സഹായവും അതോടൊപ്പം തന്നെ നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ മാനസികമായ ഉല്ലാസവും സഹായവും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ഇടപഴകുമ്പോൾ നമുക്ക് നേടാനും ഉണ്ടാക്കിയെടുക്കാനും സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ പുറത്തു പോകാൻ കഴിയാത്ത പല അർത്ഥങ്ങളിൽ വേദന അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന അനേകം മനുഷ്യരുണ്ട്. അവരുടെ കൈപിടിച്ചൊന്ന് പുറത്തേക്ക് നടന്നാൽ, അവരുടെ വീൽ ചെയറുകൾ തള്ളിയൊന്ന് പുറത്ത് കാറ്റുകൊള്ളാൻ, വെളിച്ചം കാണാൻ പാകത്തിൽ അവരൊന്ന് പുറത്തേക്ക് കൊണ്ടുവന്നാൽ, അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്താൽ, ഒരു നേരത്തെ മരുന്ന് വാങ്ങി നൽകി, ഒരു നേരത്തെ ഇഫ്താർ നൽകി, ഒരു നേരത്തെ ഭക്ഷണം നൽകി, ഇത് മതം നമ്മെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഇത്തരം സാന്ത്വനത്തിന്റെയും സേവനത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രവർത്തനങ്ങൾ ഇതിന്റെ മൂർത്തീഭാവമാണ് വിശുദ്ധ റമളാനിൽ നമുക്ക് സാധിക്കേണ്ടത്. എല്ലാത്തരം മനുഷ്യരിലേക്കും നീളുന്ന സ്നേഹത്തിന്റെ കരങ്ങളായിരിക്കണം വിശുദ്ധ റമളാനിൽ എല്ലാ മനുഷ്യരുടെയും മുമ്പിൽ പ്രകാശിപ്പിക്കാനാകേണ്ടത്. അതിന്റെ ഏറ്റവും മൂർധന്യഭാവമാണ് വിശുദ്ധമായ റമളാനിന്റെ സമാപ്തി കുറിച്ചുകൊണ്ട് പെരുന്നാളിന്റെ അന്നു രാവിലെ നമ്മുടെ നാട്ടിൽ പട്ടിണി കിടക്കുന്ന ഒരാളുമില്ലെന്ന് ഉറപ്പുവരുത്തിയേ നിങ്ങൾ വിശ്വാസികൾ മുഴുവനും പെരുന്നാൾ ആഘോഷിക്കാവൂ എന്ന അള്ളാഹുവിന്റെ നിർദ്ദേശത്തിലൂടെ തീരുമാനത്തിലൂടെ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നാട്ടിലൊരാളെങ്കിലും പട്ടിണി കിടന്ന് നിങ്ങൾ ആഘോഷിക്കുന്നത് മുഴുവനും വ്യർത്ഥമാണ് എന്ന ഒരു ആശയം കൂടെ നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. വിശാലമായ സ്നേഹത്തിന്റെ, സാന്ത്വനത്തിന്റെ, കാരുണ്യത്തിന്റെ കാലങ്ങളെക്കുറിച്ച്, നമ്മൾ വിരിക്കേണ്ട ചിറകുകളെക്കുറിച്ച്, നമുക്ക് കയ്യെത്തിപ്പിടിക്കേണ്ട മറ്റു മനുഷ്യരെക്കുറിച്ച്, അവരായ മനുഷ്യരോടുള്ള സ്നേഹം കൊണ്ട് നമുക്ക് നേടേണ്ട മാനസികമായ ഉല്ലാസത്തെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുകയും അത്തരം പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവുകയും വേണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.